ഹായ്, ഹലോ. ഇന്ന് ഒരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. രാവിലെ എണീറ്റില്ല. ഒരു 11 മണിയായപ്പോൾ എഴുന്നേറ്റു. ആസ് യൂഷ്വൽ എല്ലാ സൺഡേയ്സും ഞാൻ അങ്ങനെയാണ്. എഴുന്നേറ്റ് വെറുതെ പൊട്ട് കുത്തി വെച്ചു കേട്ടോ, വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രഷായി ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ നല്ല കാറ്റുണ്ട്. ഇത് എൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ, അമ്മയുടെ കൃഷിയാണ്. അങ്ങനെ ഞാൻ മോർണിംഗ് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഹെയറൊക്കെ ഒന്ന് കെട്ടി വെച്ചു, അല്ലെങ്കിൽ അതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസാണ് എനിക്ക്. ജനല തുറക്കാൻ നോക്കിയതാണ് ഇരുന്നുകൊണ്ട്, പക്ഷെ മുകളിലൊരു കുളത്തല്ലോ, അത് ഇടാൻ എനിക്ക് വയ്യ. അങ്ങനെ നമുക്ക് സ്കിൻ കെയറിലേക്ക് കടന്നാലോ. അങ്ങനെ സ്കിൻ കെയർ നമുക്ക് ചെയ്യാം. വീട്ടിലിരിക്കായാലും ഞാൻ സൺസ്ക്രീൻ ഇടും കേട്ടോ. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, ഞാൻ അത് ഓഫാക്കിയിട്ടേക്കാം. എൻ്റെ അമ്മ നോക്കുക ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പുറത്തേക്ക് കാണുന്നു. അങ്ങനെ ഞാൻ മോയ്സ്ചറൈസർ ഇടാൻ, ഫേസ് വാഷ് ഇട്ടതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ടു, അതിനുശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഞാൻ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ അപ്ലൈ ചെയ്യും, പക്ഷേ ഇത് വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഇത്രയേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എന്നെ മിക്കവരും എൻ്റെ വീട്ടിലൊക്കെ കളിയാക്കുന്നത് ഈ മേക്കപ്പ് ചെയ്യുക എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. മേക്കപ്പിനൊക്കെ കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്കിൻ കെയറിലാണ്. അങ്ങനെ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം പ്രത്യേകിച്ചൊന്നുമില്ല, ഫോൺ നോക്കി ഇരിക്കുക, ഫുഡ് കഴിക്കുക. അങ്ങനെ ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു സിറ്റ് ഔട്ടിൽ വെറുതെ പോയിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചു. പുറത്തൊന്നും പോകുന്ന ഒരാളല്ല. അങ്ങനെ ലഞ്ച് കഴിച്ചു. ഈവനിങ് ആയി, ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. അങ്ങനെ ഈവനിങ് ആയി, കുളി കഴിഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു ചായ കുടിക്കാമെന്ന്. അങ്ങനെ കട്ടൻ ചായ കുടിക്കുന്നത് പതിവില്ല. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് അവിടെ ചായ ഒന്നുമില്ല. പിന്നെ ഞാൻ കടയിൽ പോയി ചായ കുടിക്കുന്നതൊക്കെ റെയറാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു വീട്ടിൽ ചായ ഉണ്ടാക്കാൻ. ആക്ച്വലി നമ്മൾ ഷുഗർ ഫാൻ അല്ല കേട്ടോ, ഞാനാണ് ഇവരെ മാറ്റിയെടുത്തത്. ഞാൻ പറഞ്ഞു ഷുഗർ കഴിക്കുന്നത് നല്ലതല്ല എന്ന്. അതേ പിന്നെ എൻ്റെ അമ്മ ഷുഗർ വാങ്ങിക്കലില്ല. അങ്ങനെ ഞാൻ ഇവിടെ ശർക്കരയുണ്ട്, ശർക്കര വെച്ചിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത്, കട്ടൻ ചായ ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്തോ സന്തോഷം എൻ്റെ മുഖത്ത്. അങ്ങനെ ശർക്കരയും ഏലക്കായും വെച്ചിട്ടാണ് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയത് കേട്ടോ. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ അറിയില്ല, എനിക്ക് അടുക്കള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അങ്ങനെ 3 ഗ്ലാസ്സിൽ ഞാൻ ചായ ആക്കി. പ്രത്യേകിച്ചൊന്നും കഴിക്കാനുണ്ടായില്ല. ഞാൻ അന്നേരം വാങ്ങിച്ച പോപ്കോണാണ് ഉണ്ടായത്. പോപ്കോണും ചായയും കൂടെ ഞാൻ കഴിച്ചു. പിന്നെന്താ, ചെറിയൊരു മഴച്ചാറ്റിലുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല വൈബായിരുന്നു ചായ കുടിച്ചിരിക്കാനായിട്ടോ വീട്ടിൽ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ ചെറുതായിട്ട് മാറിയപ്പോൾ ഞാൻ അമ്മ വിചാരിച്ചു അമ്മയുടെ ഗാർഡനിലേക്കൊന്ന് ഇറങ്ങാമെന്ന്. പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഗാർഡനിൽ ഇറങ്ങുന്നത്. അങ്ങനെ അമ്മ കൃഷി ചെയ്യുന്ന സാധനങ്ങളുണ്ട് കേട്ടോ. ചെടികളുണ്ട് പലതരം. കൃഷി എന്ന് വെച്ചാൽ വഴുതനങ്ങ, ഇത് താമരയാണ് കേട്ടോ. താമര മുട്ടിട്ടിട്ടുണ്ട്. അമ്മ അങ്ങനെ ഓരോന്ന് കാണിച്ചു തരാം എനിക്ക്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഈ ചെടികളെക്കൂട് ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ വഴുതനങ്ങ, കുറേ വഴുതനങ്ങ ഉണ്ടായിട്ട് കേട്ടോ. ഇന്ന് വഴുതനങ്ങ ഉപ്പേരി ഉണ്ടായിരുന്നു, അത് വീട്ടിലുണ്ടായതാണ്. പിന്നെ വെണ്ടക്ക, അങ്ങനെ ഓരോന്ന് കാണിച്ചു തരാണ് എനിക്ക്. പിന്നെ ഇതൊരു ചെടിയാണ് കേട്ടോ. ചെടികളും ഉണ്ട് വീട്ടിൽ കൂടുതൽ ചെടികൾ മാത്രം, അടുക്കളയിൽ വരെ ചെടിയാണ്. അതായത് പയർ, തക്കാളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതവർ കറി വെച്ച് കഴിച്ചു. അതെനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഇതെൻ്റെ അനിയനാണ് കേട്ടോ. ഇങ്ങോട്ടോ പോകാൻ റെഡി ആയിരിക്കുക. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞാൻ വിളക്ക് വെച്ചു. പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും വിളക്കൊന്നും വയ്ക്കുന്ന ഒരാളല്ലായിരുന്നു, അമ്പലം വിശ്വാസമായിരുന്നില്ല. പക്ഷെ ഓരോ ഏജ് ആകുമ്പോഴും നമ്മളിങ്ങനെ ഇതിൽ വിശ്വാസം കണ്ടെത്തുകയാണ്. അതായത് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നതും ഇങ്ങനെ വിളക്ക് വയ്ക്കുന്നതും, അങ്ങനെ ഓരോ വിശ്വാസങ്ങൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ തൂക്കുവിളക്കാണ് കേട്ടോ വീട്ടിലുള്ളത്. ഇത് എനിക്ക് ഹൈറ്റില്ല, അതുകൊണ്ട് എൻ്റെ അനിയനാണിത് ആക്കി തന്നത്. എന്ത് ഭംഗിയാണ് നോക്ക് കാണാനായിട്ട്, നല്ലൊരു ഐശ്വര്യം വന്നിട്ടുള്ളത് തോന്നുന്നത്. എത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.